ശിവക്ഷേത്രത്തിൽ 3 പ്രദക്ഷിണ അപ്രദക്ഷിണ പ്രദക്ഷിണം എന്ന് പറഞ്ഞതൊന്ന് വിശദീകരിക്കുകയാണ്. നമ്മൾ ഓവുചാലും മുറിച്ച് കിടക്കരുതെന്ന് നേരത്തെ തന്നെ സൂചിപ്പിച്ചിരുന്നു. അത് നമ്മൾ നടയ്ക്ക് നേരെ നിന്ന് ഒന്ന് ഏകദേശം നടയ്ക്ക് നേരെയല്ല, ഒരു 30 ഡിഗ്രി ചെരിഞ്ഞ് നിന്ന് തൊഴുത് പഞ്ചാക്ഷരി ജപിച്ചുകൊണ്ട് നമ്മൾ പ്രദക്ഷിണ രൂപേണ ചെന്ന് അവിടെ ചെറിയ ബലിക്കലുണ്ടാകും ശ്രീകോവിലിന് ചുറ്റും. ആ ബലിക്കലിന് പുറത്തുകൂടി പോയി ഓവുചാൽ ഒഴിഞ്ഞു നിന്ന് താഴികക്കുടം കണ്ട് ഗംഗയെ മനസ്സാ സ്മരിച്ച് ഒന്ന് കൈതട്ടി നമസ്കരിച്ചതിന് ശേഷം തിരിച്ച് അപ്രദക്ഷിണമായി വരുന്നത് ഈ ചെറിയ ബലിക്കലിന് അകത്തുകൂടിയാണ്. അങ്ങനെ വന്ന് ദേവാഭിമുഖമായി വന്ന് വീണ്ടും അപ്രദക്ഷിണ രൂപേണ ഈ ഓവുചാലെങ്കിൽ ചെന്ന് തിരിച്ച് നടയ്ക്ക് നേരെ വരുമ്പോഴാണ് ഒരു പ്രദക്ഷിണ അപ്രദക്ഷിണ പ്രദക്ഷിണം പൂർത്തിയാകുന്നത്. ഇങ്ങനെ 3 പ്രദക്ഷിണ അപ്രദക്ഷിണ പ്രദക്ഷിണമാണ് ശിവക്ഷേത്രത്തിൽ പറഞ്ഞിട്ടുള്ളത്.